الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സൂക്ഷ്മതയോടുകൂടി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലെ മനുഷ്യരിലേക്ക് അഥവാ നമ്മളിലേക്ക് അയച്ചത് എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. ലോകത്ത് പല നേതാക്കന്മാരെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ വലിയ പല സന്ദേശങ്ങളും വിപ്ലവത്തിൻ്റെതായ പല പാഠങ്ങളും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞ സന്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കുന്ന ആളുകളെ കണ്ടെത്തുക വളരെ പ്രയാസമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും അള്ളാഹുവിന്റെ പ്രവാചകനിൽ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. നമ്മളൊക്കെ സ്വന്തം മക്കളോട് പോലും പറയാറ്, നിങ്ങൾ നമ്മളെ കണ്ട് ജീവിക്കേണ്ട, ഞാനോ ഇങ്ങനെയായി, നിങ്ങൾ ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്ന് പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്. എന്നെ മാതൃകയാക്കി നിങ്ങൾ ജീവിക്കണം. അത് ഏതെങ്കിലും ഒരു രംഗത്തല്ല, ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിലും, രഹസ്യത്തിലും പരസ്യത്തിലും, കുടുംബത്തിലും നാട്ടിലും വീട്ടിലും എല്ലായിടത്തും ഞാനാണ് നിങ്ങൾക്ക് മാതൃക എന്ന് ലോകത്തോട് ഒരാൾക്ക് പറയാൻ സാധിക്കുക അതൊരു ചെറിയ സംഗതിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തമ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നാണ്. ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിൽ ഒരു വ്യക്തിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, അത്
പറ്റുമെന്ന് പഠിപ്പിക്കുക മാത്രമല്ല അത് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്ത ആളാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. വിശുദ്ധ ഖുർആനിൽ എന്തൊക്കെ നന്മകളെക്കുറിച്ച് എന്തൊക്കെ മൂല്യങ്ങളെക്കുറിച്ച് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ പ്രവാചകൻ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. മഹദി പ്രവാചക പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോ അവർ കൊടുത്ത മറുപടി ഏറ്റവും കൃത്യമായ ഒരു മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. കാന ഖുലുഖുഹു ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. ഖുർആൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചോ, എന്ത് പ്രാവർത്തികമാക്കണമെന്ന് പഠിപ്പിച്ചോ, എന്ത് ഉപേക്ഷിക്കണമെന്ന് പഠിപ്പിച്ചോ അതൊക്കെ പ്രവാചകൻ ജീവിതത്തിലൂടെ കാണിച്ചു. അടുത്ത കാലത്തായിട്ട് നമ്മളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതേപോലെ പൊതുമാധ്യമങ്ങളിലുമൊക്കെ ഏതൊരു മുസ്ലിം സമുദായത്തിന്റെ പേരിലോ ഈ സമുദായത്തിന്റെ പേരുള്ള ഏതെങ്കിലും വ്യക്തികളോ അവർ ചെയ്യുന്ന ഏതൊരു തെറ്റുകളും അത് കൊണ്ടുപോയി വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിലാണ്. പലപ്പോഴും നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചില വാർത്തകൾക്ക് താഴെ വരുന്ന കമന്റുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും. എന്തിനും ഒരാള് തന്റെ പട്ടിയെ വാഹനത്തിന്റെ പിന്നിൽ കെട്ടിവലിച്ച് ആ പട്ടി ചത്തുപോയി. അയാളുടെ ക്രൂരത ആ ഒരു വാർത്തയുടെ താഴെ വന്ന കുറിപ്പുകൾ നോക്കിയാൽ കാണാൻ പറ്റും. ആ ക്രൂരതയെ ക്രൂരനായ മുഹമ്മദിന്റെ പാഠങ്ങൾ കേട്ട് പഠിച്ച വ്യക്തിയല്ലേ അയാൾ എങ്ങനെ ചെയ്യാതിരിക്കും? 10-13 വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച ഒരു അധ്യാപകനെ, മദ്രസ അധ്യാപകനെ പോലീസ് പിടിച്ചപ്പോ അതിന്റെ താഴെ വന്ന കമന്റുകളൊക്കെയും പ്രവാചകനെ കുറിച്ചുള്ള തീർത്തും സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം അന്യരാജ്യത്ത് പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ ആൺ സുഹൃത്തിനാൽ കൊല്ലപ്പെട്ടു. അതിന്റെ താഴെ വന്ന കമന്റുകൾ നിങ്ങൾ നോക്കിയോ? ആ വാർത്തകളെ കുറിച്ചൊക്കെ പത്രസമ്മേളനം വരെ പരസ്യമായി നടത്തി അതിനെ കൊണ്ട് എത്തിച്ചത് മുസ്ലിം അല്ലാത്തവരെ കൊന്നുകളയണമെന്ന് പഠിപ്പിച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. സത്യത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് നന്മയല്ലാതെ ഉദാത്തമായ മൂല്യങ്ങളല്ലാതെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഏതെങ്കിലും ഒരു രംഗത്ത്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാനവികതയോട് ചേരാത്ത എന്തെങ്കിലും ഒരു പാഠം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ മറുഭാഗത്തുള്ള ഒരു പ്രചാരണം, വളരെ വ്യാപകമായ ആസൂത്രിതമായ ഒരു പ്രചാരണം നാട്ടിൽ മാത്രമല്ല ആഗോളതലത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങാടിയിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കാത്തത് കൊണ്ട് നമ്മളാരും അത് കേൾക്കുന്നില്ല എന്ന് വന്നേക്കാം. പക്ഷേ ലോകത്തിലെ ഭൂരിപക്ഷം ആളുകളും ജീവിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ നികൃഷ്ടമായ രൂപത്തിൽ പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്, വളരെ മോശപ്പെട്ട രൂപത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യമെന്ന് ഒരുപക്ഷെ നമ്മൾ ചോദിച്ചേക്കാം. ആ ലോകത്ത് ജീവിക്കുന്ന, ആ മാധ്യമങ്ങളിലൂടെ ജീവിക്കുന്ന, ജീവിതത്തിന്റെ ഒരുപാട് സമയവും അത്തരം ലോകത്ത് ചെലവഴിക്കുന്ന നമ്മുടെ പുതിയ തലമുറയുണ്ടല്ലോ, അവരുടെ മനസ്സിൽ പ്രവാചകനോട് വെറുപ്പും വിദ്വേഷവും അകൽച്ചയും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ പ്രബോധനത്തിന്റെ കാര്യമായ ലക്ഷ്യം. ഇസ്ലാമിൽ നിന്ന് പുതിയ വളർന്നു വരുന്ന മുസ്ലിം തലമുറയെ അകറ്റി നിർത്താനുള്ള തീർത്തും ആസൂത്രിതമായ ഒരു ശ്രമത്തിന്റെ ഭാഗം. അതിന് അടുത്ത കുറെ കാലത്തായി അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അബദ്ധങ്ങളും അതേപോലെ നട്ടാൽ നുണക്കാത്ത നുണകളുമൊക്കെ മനോഹരമായി പലവട്ടം ആവർത്തിച്ച് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ പുതിയ തലമുറ വേണ്ടത്ര കാര്യങ്ങളൊന്നും പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ലാത്തവരാ. അവരുടെ മനസ്സിലേക്കാണ് പ്രവാചകനെ കുറിച്ചുള്ള ഈ വിഷം അവർ നിർബാധം കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ISM ഒരു ക്യാമ്പയിൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാത്ത മാനവിക മൂല്യങ്ങളുടെ നേർസാക്ഷ്യമാണ് എന്ന് തുറന്നു പറയാൻ. നമ്മളത് പറയാതിരുന്നാൽ അതെന്തിനാ നമ്മൾ പറയുന്നത്? അവരെന്തെങ്കിലും എഴുതിക്കോട്ടെ, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്കെന്താ? അതെ, അത് ബാധിക്കുന്നത് പുതിയ വളർന്നു വരുന്ന തലമുറയെയാണ്. പ്രവാചകനോടുള്ള സ്നേഹവും
ആദരവുമൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് എടുത്ത് നീക്കം ചെയ്യാനുള്ള ആസൂത്രിതമായ ശ്രമമാണ്. അതിനെ രണ്ട് രൂപത്തിലാണ് നമുക്ക് പ്രതിരോധിക്കാനാവുക. ഒന്ന്, കാര്യങ്ങൾ തുറന്നു പറയുക, പൊതുവേദികളിലും അതേപോലെ പൊതുസ്ഥലങ്ങളിലും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? അദ്ദേഹം ലോകത്തിന് പഠിപ്പിച്ച മൂല്യങ്ങൾ എന്താണ്? ലോകത്തിന് കാണിച്ചു കൊടുത്ത നന്മ എന്താണ്? ഈ ഏറ്റവും ആധുനിക കാലത്ത് പോലും അമേരിക്കയിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുമ്പോൾ ഈ വർഷത്തെ ഫുട്ബോൾ മത്സരത്തിന്റെ ബാക്കി പത്രങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുക വർണ്ണവെറിയുടെ, വംശീയതയുടെ കഥകളായിരിക്കും. ഇത്രയേറെ മനുഷ്യന്മാർ വളർന്നിട്ടും ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇത്ര വളർച്ചയുണ്ടായിട്ടും ഇപ്പോഴും കറുത്തവനും വെളുത്തവനും എന്ന് വേർതിരിക്കപ്പെടുന്ന, ഇന്ന ഭൂവിഭാഗത്ത് പാർക്കുന്നവൻ ഇന്ന ഭാഗത്ത് പാർക്കുന്നവർ താഴെയും മേലെയുമാണ്, ഉന്നതരും താഴ്ന്നവരുമാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ചില പ്രത്യേക നാട്ടുകാർക്ക് പ്രവേശന വിസകൾ പോലും നിഷേധിക്കപ്പെടുന്ന ഇരുണ്ട കാലഘട്ടത്തിന്റെ ആവർത്തനമാണ്. നോക്കൂ നിങ്ങൾ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബികൾ എന്ന് പറഞ്ഞാൽ ഗോത്രത്തിന്റെയും വംശത്തിന്റെയും പേരിൽ അഹങ്കരിക്കുന്ന ആളുകളാണ്. അവരെക്കാൾ മേലെ ഒരാളില്ല എന്ന് പാരമ്പര്യമായി വിശ്വസിക്കുന്നവരാണ്. അവരുടെ മുമ്പിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരറബിക്ക് ഒരനറബിയെക്കാളോ ഒരനറബിക്ക് ഒരറബിയെക്കാളോ ഒരു പ്രത്യേകതയുമില്ല. കറുത്തവന് വെളുത്തവനെക്കാളോ വെളുത്തവന് കറുത്തവനെക്കാളോ ഒരു പ്രത്യേകതയുമില്ല. ലോകത്തിലെ ഏത് മനുഷ്യനും ഏത് നാട്ടിൽ ഏത് ഭൂഖണ്ഡത്തിൽ ഏത് രൂപത്തിൽ വലിപ്പത്തിലും ചെറുപ്പത്തിലും നിറത്തിലും എന്തൊക്കെ വ്യത്യാസമുണ്ടോ അവരൊക്കെ ഒരു ബാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ്. ഇത്രയും കൃത്യമായി മാനവികത പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ ലോകത്തിനെ പഠിപ്പിച്ച ഏത് നിയമങ്ങളാവട്ടെ അത് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നന്മയുടെ നിയമങ്ങളാണ്. എന്നിട്ടും ആ പ്രവാചകനെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ആ പ്രവാചകന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്താനുമുള്ള ആസൂത്രിതമായ ശ്രമമുണ്ടാകുമ്പോ അതിനോട് പ്രതികരിക്കാതിരിക്കാൻ, പ്രതിരോധിക്കാതിരിക്കാൻ നമുക്കാവൂല, അല്ലെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കൾ ഒരു വേള പ്രവാചകനെ വളയുന്നുണ്ട്. നാനാഭാഗത്തു നിന്നും പ്രവാചകന്റെ നെഞ്ചിനു നേരെ അസ്ത്രങ്ങൾ വരുമ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിൽ നിന്നുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എമ്പാടും അമ്പുകൾ കൊണ്ടു. അവസാനം അദ്ദേഹത്തിന്റെ ശരീരം താങ്ങിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്തിരി മാറി നിന്നാൽ ഈ അമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടായിരുന്നോ? അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്കറിയാമായിരുന്നു ഓരോ അസ്ത്രം വന്ന് തറക്കുമ്പോഴും ഞാൻ മാറിയാൽ അതെന്റെ ദേഹത്ത് തട്ടുകയില്ല, അവർ എന്നെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ മാറിയാൽ ആ അസ്ത്രം തറക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ദേഹത്തായിരിക്കുമല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് മാറാൻ തോന്നിയില്ല. പ്രവാചകനെ ജീവൻ കൊണ്ടും ശരീരം കൊണ്ടും സംരക്ഷിച്ചവർ, അവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശപ്പെട്ട രൂപത്തിൽ ആക്ഷേപിക്കുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ, സത്യവുമായി ബന്ധമില്ലാത്ത പച്ചക്കളവുകൾ നിർബാധം പ്രചരിപ്പിക്കുമ്പോൾ ആ പ്രവാചകനെ ജീവനോളം സ്നേഹിക്കുന്ന ഒരു മുസ്ലിമിന് നിശബ്ദനായിരിക്കുവാനോ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുവാനോ സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രവാചകന്റെ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കളവ് പറയണ്ട. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിനു കാണിച്ചു തന്ന മനോഹരമായ മൂല്യങ്ങളെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച്, മനുഷ്യന്റെ ഗുണത്തിനാവശ്യമായ പ്രവാചകൻ പഠിപ്പിച്ച നിയമങ്ങളെക്കുറിച്ച്, മനുഷ്യന് ദോഷകരമാകുന്ന ഏതൊരു കാര്യത്തെയും പ്രവാചകൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നതിനെക്കുറിച്ച് രാഷ്ട്രം, കുടുംബം, സമൂഹം, വ്യക്തി, കച്ചവടം, കൃഷി, മനുഷ്യന്റെ ജീവിതം ഏതേത് മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ടോ അവിടെയൊക്കെ പ്രവാചകന്റെ അധ്യാപനങ്ങളുണ്ട്. അപ്പോ നമുക്കത് തുറന്നു പറയണം. പ്രവാചകനെതിരെയുള്ള ഒരു വാചകം നിങ്ങൾ കണ്ടാൽ അതിനു താഴെ അതിന്റെ മറുപടി ഉണ്ടാവണം. കാരണം ആ പ്രവാചകന്റെ മൂല്യങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും അത് ലോകത്തിന്റെ ശ്രദ്ധയിലെത്തും. ഒരു സംശയ കാര്യത്തിലില്ല. രണ്ടാമത്തേത്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ പ്രവാചക വചനങ്ങളുടെ മനോഹാരിത,
ആളുകൾക്ക് ദർശിക്കാനാവണം. നമ്മൾ ആ പ്രവാചകന്റെ ആളുകളാണ് എന്ന് പറയുകയും എന്നിട്ട് വളരെ മോശപ്പെട്ട ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ സമൂഹം മൊത്തത്തിൽ ആ പ്രവാചകനെ വിലയിരുത്തുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ദുഷിച്ച പ്രവർത്തനങ്ങളിൽ കൂടിയാവാം. അതുണ്ടാവാതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ഉത്തമമായ സ്വഭാവ ഗുണങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടാവണം. ഒരു ബാപ്പ എങ്ങനെയാവണം? പ്രവാചകന്റെ മാതൃകയുണ്ട്. ഒരു വല്ലിപ്പ എങ്ങനെയാവണം? ഒരു മകൻ എങ്ങനെയാവണം? അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഏത് രൂപത്തിലാണ് വർത്തിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകനിലൂടെ അള്ളാഹു നമുക്ക് എത്തിച്ചു തന്ന ഏറ്റവും വലിയ ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇസ്ലാമിന്റെ ഏതൊരു ആരാധനാകർമ്മങ്ങളും അത് നമ്മുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും സംസ്കരിക്കാനുള്ളതാണ്. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റമില്ലാത്ത ആരാധനകൾ കൊണ്ട് ഒരു ഫലവുമില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നു ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, എന്റെ അയൽപക്കത്തൊരു സ്ത്രീയുണ്ട്, അവർ രാത്രി മുഴുവനും നിസ്കാരത്തിലാണ്, പകല് മുഴുവനും മിക്ക ദിവസങ്ങളിലും നോമ്പാണ്. പക്ഷേ അവരുടെ നാവ് വലിയ പ്രശ്നമാണ്. ആ നാവ് കൊണ്ട് അവർ കളവ് പറയും, മറ്റുള്ളവരെ ആക്ഷേപിക്കും, പരിഹസിക്കും, പരദൂഷണം പറയും. നാവിനെ എല്ലാവർക്കും പേടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞ ആളുകളോട് ഒറ്റയടിക്ക് കൊടുത്ത ഒരു മറുപടിയുണ്ട്, വഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. അത് സാരല്ല, ഒക്കെ നിസ്കാരമൊക്കെ ഉണ്ടല്ലോ, നോമ്പൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നാവ് കുഴപ്പമില്ല എന്നല്ല പറഞ്ഞേ. ആ നാവ് നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോയതിന്റെ പേരിൽ ആ സ്ത്രീ നരകാവകാശിയാകും എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആ നാവിനെങ്ങനെ പിടിച്ചിട്ട് റസൂൽ പറഞ്ഞേ, ഇത് നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ ആർക്കാണോ സാധിക്കുക അവർക്കാണ് സ്വർഗം. അപ്പൊ നമ്മുടെ പെരുമാറ്റവും സ്വഭാവവും ഈ മതം സ്വാധീനിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ സ്വാധീനിക്കുന്നത് കേവലം ഭൗതികമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രമല്ല, താടിയിലും തലപ്പാവിലും വെള്ളക്കുപ്പായത്തിലും തുണിയിലും മാത്രമല്ല. ആ പ്രവാചകൻ നമ്മളെ ഏറ്റവും ആഴത്തിൽ സ്വാധീനിക്കേണ്ടത് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെയാണ്. സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ വളരെ ഗൗരവത്തോടുകൂടിയുള്ള ഉപയോഗവുമായി ബന്ധപ്പെട്ട് പാഠങ്ങൾ ഒട്ടനവധിയുണ്ട് ഖുർആനിലും ഹദീസിലും. ഞാൻ ഇന്ന് നിങ്ങളെ ഓതിക്കേൽപ്പിച്ചത് സൂറത്തുൽ ഹുജറാത്തിലെ 12-ാമത്തെ ആയത്താണ്. നമുക്കേറെ സുപരിചിതമായ, പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേട്ട ഒരു വചനമാണ്. ആ വചനത്തിലെ ഒരു 2-3 കാര്യങ്ങൾ ഇന്ന് വർത്തമാനകാലത്ത് നമ്മുടെ സമൂഹത്തിൽ ആരാധനകളും അനുഷ്ഠാനങ്ങളൊക്കെ എമ്പാടും ചെയ്യുന്ന ആളുകൾക്കും രക്ഷപ്പെടാൻ കഴിയാത്ത, ആ ആരാധനകൾക്ക് അവരെ രക്ഷപ്പെടുത്താനാവാത്ത മാരകമായ തിന്മയിലേക്ക് അവരെ എത്തിക്കുന്ന 2-3 സ്വഭാവ അവസ്ഥകളുണ്ട്. ഇത് വേറെ ഒരാളെ കുറിച്ചല്ല, നമ്മൾ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമ്മളിൽ ഇതുണ്ടോ? ഉണ്ടെങ്കിൽ അത് പിഴുതെറിയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹു തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, പ്രത്യേകം ശ്രദ്ധിക്കണം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. മൊത്തത്തിൽ മനുഷ്യരെയെന്നോ തെറ്റ് ചെയ്യുന്നവരെയെന്നോ അങ്ങനെയൊന്നുമല്ല. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. എന്താ പറയുന്നത്? ഇജ്തനിബൂ കസീറം മിനൽ വന്നി, നിങ്ങൾ അധികമായും ഊഹങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം. എന്താ ഊഹം എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം അങ്ങനെയാവാം, ഇങ്ങനെയാവും, അത് ഇങ്ങനെയാവാൻ സാധ്യതയുണ്ട്, അത് അങ്ങനെയാവാൻ സാധ്യതയുണ്ട്. കൃത്യമായ അറിവിന്റെ അഭാവത്തിൽ നമ്മളുടെ തലയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളാണ് ഈ ഊഹങ്ങളായി മാറുന്നത്. എന്തൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയും ഇറാനും മുതൽ നമ്മുടെ അയലോക്കത്തെ വീടിന്റെ തുറന്നിട്ടിരിക്കുന്ന വാതിൽ വരെ നമുക്ക് ഊഹിക്കാനുള്ള വിഷയങ്ങളാണ്. എന്തിനെ പറ്റി അഭിപ്രായം? ഈ കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നി, എനിക്ക് മനസ്സിലായി. നമ്മൾ 30 കൊല്ലമായല്ലോ ജീവിക്കുന്നത്, നമുക്ക് മനസ്സിലായി, നമുക്ക് വേഗം മനസ്സിലാവും. അത് നമ്മൾ പറയും. അല്ലാഹു തആല പറയണേ, ഖുർആനാ പറയുന്നട്ടോ, നിങ്ങൾ ഇത്തരം ഊഹങ്ങളെ, ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ തെളിവുകൾ ഇല്ലാതെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. ഇന്ന ബഅ്ള ഇസ്മുൻ, തീർച്ചയായും ഊഹങ്ങളിൽ പലതും കടുത്ത കുറ്റമായിരിക്കും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഊഹിച്ചാൽ പറഞ്ഞിട്ടേ അങ്ങനെ അല്ലല്ലേ, ഞാൻ വിചാരിച്ച അങ്ങനെയാന്ന് ഒറ്റയടിക്ക് നമ്മൾ ഫ്രീയാവും.
പക്ഷേ നമ്മൾ അതിന്റെ പേരിൽ പറഞ്ഞതും ചിന്തിച്ചതും പ്രചരിപ്പിച്ചതുണ്ടല്ലോ, നാളെ പരലോകത്ത് നമ്മളെ വരിഞ്ഞു മുറുക്കും, രക്ഷപ്പെടാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കളവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കളവ് പലപ്പോഴും ഊഹിച്ചുകൊണ്ടുള്ള സംസാരങ്ങളാണ്. കളവുകളുടെ കൂട്ടത്തിൽ സത്യവുമായിട്ട് ഒരു തരി ബന്ധമില്ലാതെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന ചില ഊഹങ്ങൾ, ആ ഊഹങ്ങളായി ഏറ്റവും വലിയ കളവായിരിക്കുന്ന. അതുകൊണ്ട് അത്തരം ഊഹങ്ങൾ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ ആ സമൂഹത്തിലെ വ്യക്തികളെ ഈ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് വ്യക്തികൾക്കും സമൂഹത്തിനും ഉണ്ടാക്കുന്ന ക്ഷതണ്ടല്ലോ വളരെ വലുതാണ്. വർത്തമാനകാലത്ത് വാർത്തകളും വർത്തമാന മാധ്യമങ്ങളുമൊക്കെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോണേ. എന്തെങ്കിലും ഒരു ചെറിയ തുമ്പ് കിട്ടിയാൽ പിന്നെ സങ്കല്പിച്ചുണ്ടാക്കുന്ന നോവലുകളെയും ചെറുകഥകളെയും അമ്പരപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വാർത്തകളായിട്ട് വരിക. ഇന്നത്തെ വാർത്ത ശുദ്ധ കളവാണെന്ന് നാളെ ബോധ്യമാകുമ്പോ ഒന്നും സംഭവിക്കുന്നില്ല, പിന്നെ പുതിയ വാർത്ത വരുന്നു. സത്യത്തിന് നിലനിൽപ്പില്ലാത്ത ഒരു കാലം. അതുകൊണ്ട് ഒന്ന് ഈ ഊഹിച്ച് സംസാരിക്കുക എന്നുള്ളത്, അത്തരം സംസാരം നമ്മൾ സംസാരിക്കുകയും ചെയ്യരുത്, ആ സംസാരങ്ങൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യരുത്. അത്തരം സംസാരങ്ങൾ ഞാൻ കണ്ടില്ലട്ടോ, ഓൻ പറഞ്ഞതാണ്, എനിക്ക് വേറൊന്നും അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തടി ഒഴിവാക്കിയൊരു സംസാരമുണ്ട്. അത് മതിയാകും. പ്രവാചകൻ പറഞ്ഞു, ഒരാള് നരകത്ത് പോകാൻ കാല കീല മദീന. എന്താ കാല കീല? ഇന്നോര് പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞ് നമ്മൾ അവതരിപ്പിക്കുന്ന ചില കളവായ വാർത്ത, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ചില വാർത്തകൾ ആര് പടച്ചുണ്ടാക്കിയത്, ആരാ പറഞ്ഞത്? വളരെ ഫേക്കായ അഡ്രസ്സുകളിൽ വരുന്ന വാർത്തകൾ. നമ്മളങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട വാർത്തയാണെങ്കിൽ, നമ്മുടെ ശത്രുവിനെതിരെയുള്ള വാർത്തയാണെങ്കിൽ അപ്പൊ തന്നെ 10 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് അതങ്ങനെ പ്രചരിപ്പിക്കുമ്പോ അതൊക്കെ എത്ര ആളുകളെടുത്ത് അതൊക്കെ തിരുത്താമെന്ന് നമ്മളെ കൊണ്ട് കഴിയോ? അത് അബദ്ധം പറ്റിയതാട്ടോ, അങ്ങനെ അല്ലട്ടോ എന്ന് പറഞ്ഞ് തിരുത്താൻ കഴിയോ നമുക്ക്? ഇല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പാപഭാരം നാളെ പരലോകത്ത് നമ്മൾ ഏൽക്കണ്ടേ. അപ്പോ ഊഹങ്ങൾ ഒഴിവാക്കുക. ഖുർആന്റെ കൽപ്പന എന്താണ്? ഇജ്തനിബൂ. കള്ളിനെ കുറിച്ചൊക്കെ പറഞ്ഞെടുത്തത് ഇജ്തനിബൂ, ഉപേക്ഷിക്കുക, ഒഴിവാക്കുക. 2 വലാ തജസ്സസു. ജാസൂസ് എന്ന് പറഞ്ഞാല് ചാരൻ എന്നാണ് അർത്ഥം. ചാരൻ. തജസ്സസ എന്ന് പറഞ്ഞാല് ചാരപ്പണി നടത്തുക. അതായത് ഒരാളെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് അയാളുടെ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ ചെകഞ്ഞെടുത്തിട്ട് അത് പ്രചരിപ്പിച്ചിട്ട് അങ്ങനെ. ഇപ്പൊ ആധുനിക വാർത്താ ലോകം തന്നെ പറഞ്ഞാല് അവരറിയാതെ ആളുകൾക്ക് പിന്നാലെ നടന്ന് അവരുടെ തെറ്റുകളും കുറ്റങ്ങളും അത് ചെകഞ്ഞെടുത്ത് പുറത്തേക്കിട്ട് എങ്ങനെ എറപ്പാക്കാൻ പറ്റുമോ, നശിപ്പിക്കാൻ പറ്റുമോ അതിനു വേണ്ടി ശ്രമിക്കാം. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബി വന്ന് പറയാണ്, മായിസ് റസൂലേ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, സാഹചര്യങ്ങൾ അനുയോജ്യമായ സമയത്ത് ഞാൻ വ്യഭിചരിച്ചു, ഇപ്പൊ എനിക്ക് കുറ്റബോധമുണ്ട്, അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമപ്രകാരം എന്റെ മേൽ വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പാക്കി എന്നെ ശുദ്ധീകരിക്കണം. കാരണം അങ്ങനെ ശിക്ഷ നടപ്പാക്കിയാൽ അത് അവന്റെ പശ്ചാത്താപമാണ്, നാളെ പരലോകത്ത് പിന്നെ അവന് അതിന്റെ ശിക്ഷയുണ്ടാവൂല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മായിസ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, എന്നെ ശുദ്ധീകരിച്ച് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം. എന്താ ശുദ്ധീകരണം? എറിഞ്ഞു കൊല്ലലാണ്. മായിസ് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊല്ലാൻ പ്രവാചകൻ ഉത്തരവിടുകയാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു വിഷയമുണ്ട്. മായിസ് വ്യഭിചരിച്ചു എന്ന് പറയുമ്പോ അതിന് മായിസിന്റെ ഒരു പങ്കാളി ഉണ്ടാവണം. ആ പങ്കാളിയും ഇതേപോലത്തെ ശിക്ഷക്ക് അവകാശിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല മായിസിനോട്, ആരാ മായിസ് എന്റെ പങ്കാളി, വിളിച്ചോളെ, ഓളിമാണ്ട കൊല്ല, വിളിച്ചോളെ. പ്രവാചകൻ ചോദിച്ചില്ല. അവിടെ കൂടിയ സഹാബത്തിൽ ആരും ചോദിച്ചില്ല. നമ്മുടെ നാട്ടിലേക്കാണ് ആദ്യം എന്താ ചോദിക്കുക, ആരാണെന്നാ ചോദിക്കുക. അതറിയാതെ അതായിക്കാറോ, ഞാൻ ഇന്നൊരാളോടൊപ്പം കണ്ടീനി, മുപ്പരൊപ്പം കുറെ കാലം ഇന്നാളെ കണ്ടീനി, അതാകാൻ സാധ്യതയുണ്ട്. നമ്മളങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകൾ മെനയും. ഇവിടെ ഒരു സഹാബി പോലും ചോദിച്ചില്ല, ആരാ റസൂലെ അല്ലെങ്കിൽ മായിസെ, ആരാ എന്റെ പങ്കാളി, ചോദിച്ചില്ല. എല്ലാവർക്കും ഉറപ്പ് ഒരാളുണ്ട്. പക്ഷെ അവിടെ ഒരു അന്വേഷണം ഉണ്ടായില്ല, അവിടെ ഒരു ചാരപ്പണി ഉണ്ടായില്ല, ഒന്നുമില്ല. മാസങ്ങൾക്ക് ശേഷം ആ സ്ത്രീ പ്രവാചകന്റെ മുമ്പിൽ വരികയാണ്, റസൂലെ, ഞാനാണ് മായിസിന്റെ കൂടെയുള്ള ആ തെറ്റിലെ പങ്കാളി, ശിക്ഷ നടപ്പാക്കപ്പെടുകയാണ്. സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരുത്തന്റെ തെറ്റിന്റെ പിന്നാലെ വണ്ടിയുമായിട്ട് നടന്ന് ആ തെറ്റുകൾ ഇങ്ങനെ കണ്ടുപിടിച്ച് അതിങ്ങനെ സമൂഹത്തിൽ അവതരിപ്പിച്ച്
മോശാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സാമൂഹികാവസ്ഥ ഉണ്ടാവാറ്. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർ പോലും നിസ്കാരം നിർത്തലപ്പെടാറ്. ഓനിങ്ങനെ നിസ്കരിക്കുമ്പോ ഇപ്പത്തെ ചോരമച്ചാല് രണ്ടാൾക്കാർ ഓനെ ഒപ്പം നന്നാകാൻ നിൽക്കുക. എന്താ ഓന്റെ അവസ്ഥ? ഓനെന്നാൾ അവിടുന്ന് പിടിച്ച് ഓനല്ല ഇവിടെ പിടിച്ച് ഓന് തോന്നുന്നത് ഇവിടെ രക്ഷല്ല പോവുക അല്ലേ? അത് ഇസ്ലാം ഏറ്റവും ഏറെ വിരോധിച്ചൊരു കാര്യം. ഒരുത്തന്റെ പിന്നാലെ ഒരുത്തിയുടെ പിന്നാലെ സൈക്കിൾ എടുത്താൻ കൂടിയിട്ട് അവരുടെ ജീവിതത്തിലെ പിഴവുകൾ ഇങ്ങനെ കണ്ടെത്തിയിട്ട് അത് പ്രചരിപ്പിക്കുക. തജസ്സസു വലാ തജസ്സസു, നിങ്ങൾ അങ്ങനത്തെ പണിക്ക് നടക്കരുത്. മൂന്നാമത്തേത് വലാ യഅ്തബ് ബഅ്ദുകും ബഅ്ളാ, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. പരദൂഷണം പറയരുത്, ഈബത്ത് പറയരുത്. എന്താണ് ഈബത്ത്? ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അയാളുടെ അസാന്നിധ്യത്തിൽ സംസാരിക്കാം. ഞാൻ ഇല്ലാത്തൊരു സമയത്ത് എന്നെ കുറിച്ച് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാം. അത് ആരെ കുറിച്ചും ആവാം. ഇത് റസൂല് പറഞ്ഞപ്പോ ചില സഹാബിമാർക്കൊരു സംശയം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അതദ്റൂന മൽ ഈബ, എന്താണ് പരദൂഷണം എന്ന് നിങ്ങൾക്കറിയുമോ? റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. അതദ്റൂന മൽ ഈബ, ഗീബത്ത് അഥവാ പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഖാലു, സാധാരണയായിട്ട് പ്രവാചകൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോ സഹാബത്തിന് അറിയാം എന്തോ ഒരു കാര്യം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് റസൂൽ ഈ ചോദ്യം ചോദിക്കണേ. അതുകൊണ്ട് അവര് പ്രവാചകന് കൊടുക്കാറുള്ള സാധാരണ മറുപടി എന്താ അറിയോ? അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹ്ക്കും അവന്റെ റസൂലിനും അറിയാം. റസൂലെ ഞങ്ങൾക്ക് അറിയാം. റസൂൽ പറയണേ ദിക്റുക അഖാക ബിമാ യക്റഹു, സിമ്പിൾ ആയിട്ടാ പറഞ്ഞേ. ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരനെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് നീ അനുസ്മരിക്കലാണ്, നീ പറയലാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ. ഖീല, അപ്പൊ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം. ആ കൂട്ടത്തിലെ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ ഖുൽ, റസൂലേ ഞാൻ പറയുന്ന കാര്യം അത് ആ സഹോദരനിൽ ഉള്ള കാര്യമാണ്, അയാളിൽ ഉള്ള ഒരു കാര്യം, അതായത് ഞാൻ പറയുന്ന ഇഷ്ടമല്ല പക്ഷെ അയാളിലുള്ള കാര്യ, അത് ഞാൻ പറഞ്ഞാലോ അത് ഗീബത്താവോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശ്രദ്ധിക്കണം കേട്ടോ, ഇൻ കാന ഫീഹി മാ തഖൂൽ, ഇൻ കാന ഫീഹി മാ തഖൂൽ, നീ പറയുന്ന കാര്യം അയാളിൽ ഉള്ള കാര്യമാണെങ്കിൽ ഫഖദ് തബ്തഹു, നീ അവനെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു, പരദൂഷണം പറഞ്ഞു. വഇല്ലം യകുൻ ഫീഹി, ഇനി ഇല്ലാത്ത കാര്യമാണ് നീ പറഞ്ഞതെങ്കിലോ ഫഖദ് ബഹത്, നീ ഫഖദ് ബഹത്തഹു, നീ അവനെ കുറിച്ച് കളവ് പറഞ്ഞു. ഉള്ള ഒരു കാര്യം പറഞ്ഞാൽ അതാ ഗീബത്ത്, ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ എന്താണ്? അത് കളവ് എന്ന് പറയാം. ഇത് രണ്ടും ഒട്ടും മോശമല്ല. കളവ് പറഞ്ഞാലും ഗീബത്ത് പറഞ്ഞാലും രണ്ടും എന്തല്ല, നിസ്സാരമല്ല. പക്ഷെ ഉള്ള ഒരു കാര്യം, ഒരാളിൽ ഒരു കുറവുണ്ട്, ഒരു കുറ്റോനുണ്ട്, പക്ഷെ അത് നമ്മൾ സംസാരിക്കണവർക്ക് അവൻ ഇഷ്ടമല്ല എങ്കിൽ അയാളുടെ അഭാവം. അപ്പൊ ഞാൻ ഉള്ള സമയത്ത് എന്നെ കുറിച്ച് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് പ്രതിരോധിക്കാനാവും, എനിക്ക് തിരുത്താൻ പറ്റും, അതിന്റെ നിജസ്ഥിതി എന്താന്ന് പറയാൻ പറ്റും, അതിന്റെ ശരി എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നത് ഒരുപക്ഷെ എന്നെ പറ്റ ഇല്ലാതാക്കും പോലെയാവും. ഏത് വ്യക്തിയെ കുറിച്ചും ആവാം. ലോകത്തിന്റെ ചരിത്രത്തിൽ ആളുകളെ ഏറ്റവുമേറെ തകർത്തെറിയാൻ ഉപയോഗിച്ച തന്ത്രം ഈ ഗീബത്താണ്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കിട്ടാവുന്ന ആളുകൾക്കൊക്കെ ഈ മോശപ്പെട്ട കാര്യങ്ങൾ കുത്തിവെച്ച് സമൂഹത്തിൽ വെറുപ്പും അകൽച്ചയും ഉണ്ടാക്കാനുള്ള അപകടകരമായ ശ്രമം. വിശുദ്ധ ഖുർആൻ ആ തെറ്റിന്റെ ഗൗരവം നമ്മളെ ബോധ്യപ്പെടുത്തിയത് എങ്ങനെയാണ്? നിങ്ങൾ അല്ലാഹു പറയുന്നത് അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ, മരിച്ചു കിടക്കുക നിങ്ങളെ സഹോദരൻ, ആ സഹോദരൻ മരിച്ചു കിടക്കുമ്പോ ഒരു കത്തി കൊടുത്തിട്ട് ഓന്റെ ദേഹത്തിലെ മാംസം ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അത് നിങ്ങൾ എത്രത്തോളം അതിന് നിങ്ങൾ വലുതായിട്ട് ഗൗരവമായിട്ട് വെറുപ്പായിട്ട് തോന്നുന്നുണ്ട്? അതുപോലെയാണ് നിങ്ങളുടെ സഹോദരൻ മരിച്ചെടുക്കുക, നിങ്ങളെടുത്തില്ല, ഒന്ന് അനങ്ങാനോ ഒന്ന് പ്രതിരോധിക്കാനോ ഇല്ല എന്ന് പറയാനോ അങ്ങനെ അല്ല എന്ന് പറയാനോ അത് വെറുതെ പറയാണെന്ന് പറയാനോ അല്ല, ഓളല്ല,
ആ സമയത്ത് നിങ്ങൾ ഓനെക്കുറിച്ച് പറയാറിഞ്ഞാല് ഗോളില്ലാത്ത പോസ്റ്റിക്ക് ഗോളടിച്ചമാർക്ക് അങ്ങനെ അടിച്ചു കൂട്ടല്ലേ, അടിച്ചടിച്ചടിച്ച് അവനായിട്ട് ഇല്ലാതൊക്കെയല്ലേ. അതുകൊണ്ട് നോക്കി നിങ്ങൾ ഒരിക്കൽ 2 സഹാബിമാര് ഒരാളെ കുറിച്ച് സംസാരിച്ചു, ഒരു ലേശം മോശമായ സംസാരം, ഇങ്ങനെ എന്തോ ചേർത്ത് വലിയ ഗൗരവമൊന്നല്ല, അയാൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഓ ഇങ്ങനെയാണ് എന്ന രൂപത്തിൽ സംസാരിച്ചിട്ട് അവര് എണീറ്റ് പോയി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി. അവിടെ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, മാലി അറ ഖുദ്റത്തൽ ലഹമി ഫി അഫ്വായിക്കും, നിങ്ങളെ പല്ലിന്റെ അടിയിൽ ഇറച്ചിന്റെ നാരിങ്ങനെ കാണുന്നുണ്ടല്ലോ, നിങ്ങളെ പല്ലിന്റെ അടിയിൽ ഇറച്ചി നിന്നതിന്റെ അവശിഷ്ടം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഒരു റസൂലെ, ഞങ്ങൾക്ക് ഇറച്ചി കിട്ടിയിട്ട് കുറെ കാലമായി, ഇന്നൊന്നും ഇറച്ചി തിന്നിട്ടല്ല, നിങ്ങൾ ഇപ്പൊ അവിടെ ഇരുന്നുകാണ്ട് ഇന്നാളെ ഇറച്ചി തിന്നല്ലേ നിങ്ങൾ. അങ്ങനെ നമ്മളൊക്കെ 24 മണിക്കൂറും ഇറച്ചി തിന്ന് ഒരു പരുവത്തിലാവൂലേ? അങ്ങനെ ആവുമ്പോ അതിന്റെ ഗൗരവം നോക്കാൻ നിങ്ങൾ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തോടു കൂടിയാണ് ആ കാര്യം പഠിപ്പിക്കുന്ന നോക്കാണ്. പ്രവാചകന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പറയണേ, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹിയുടെ ഭാര്യയായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹ. പ്രവാചകൻ സഫിയ റളിയല്ലാഹുവിനെ കുറിച്ച് നല്ലത് പറയും. അപ്പൊ പൊതുവെ സ്ത്രീകൾ അവർക്കുള്ള അസ്വസ്ഥതകളുണ്ടല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ സഫിയയെ കുറിച്ച് പ്രവാചകൻ ഇങ്ങനെ കൂടുതൽ സംസാരിച്ചപ്പോ അതിലുള്ള അനിഷ്ടം വെളിവാകത്തക്ക രൂപത്തിൽ ഒരു പദം പ്രയോഗിച്ചു. അതായത് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ എന്താ പറയാ, കസീറ, അങ്ങനെ ഒരു സഫിയ റളിയല്ലാഹു ഉയരം കുറഞ്ഞ ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ആംഗ്യം പോലെ ആ വാക്കുകൊണ്ട് കുള്ളത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏതായാലും അത്രയല്ലേ, അങ്ങനത്തെ ആളല്ലേ എന്ന ഒരു പദം പ്രയോഗിച്ചു. ആ വാക്ക് പ്രയോഗിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയിഷ ബീവിയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താ നിങ്ങള്, ലഖദ് ഖുൽതി കലിമതൻ, നീ ഇപ്പൊ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ലൗ മുസിജത് ബിമാഇൽ ബഹരി, അതെങ്ങാനും കടലിലെ വെള്ളത്തിൽ കൊണ്ടുപോയി കലക്കിയിരുന്നെങ്കിൽ ലമസജതുഹു, ആ കടൽ വെള്ളം മുഴുവൻ അങ്ങോട്ട് അശുദ്ധമാകുന്നു, അതിന്റെ നിറം മണമൊക്കെ മാറുമായിരുന്നു. അത്ര വലിയ വാക്കാജി പറഞ്ഞു അല്ലേ? അപ്പോ വാക്കുകൾ നന്നായി ശ്രദ്ധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവനാണ് എന്ന് നമ്മൾ പറയുമ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതമാവണം. നമ്മുടെ ജീവിതത്തിലെ കടുത്ത ഇത്തരം കുറ്റങ്ങൾ, ഞാനൊരു മുസ്ലിമാണ് എന്ന കേവലം ഒരു ആധാർ കാർഡിന്റെ വെളിച്ചത്തിൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ വെളിച്ചം ഉണ്ടാവണം. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാത്രിയിൽ, ആകാശലോകത്തേക്കുള്ള യാത്രയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ചില തെറ്റുകൾക്ക് പരലോകത്ത് കിട്ടുന്ന കാഴ്ച, ശിക്ഷകളുടെ ഒരു കാഴ്ചകൾ പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞറിയോ? ലമ്മാ ഉരിജ ബി മറർതു ബിഖൗമിൻ ലഹും അദ്ഫാറുൻ മിൻ നുഹാസിൻ യഹ്മുശൂന വുജൂഹഹും വസുദൂറഹും. ഞാനിങ്ങനെ പോകുമ്പോ അവിടെ കുറെ ആളുകളെ കണ്ട്, ആ ആളുകള് അവരുടെ നഖങ്ങളൊക്കെ ചെമ്പ് കൂർപ്പിച്ചെടുത്ത നല്ല മൂർച്ചയുള്ള ചെമ്പുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട നഖങ്ങളാ അവരുടെ കയ്യിൽ കാണുന്ന നഖങ്ങളൊക്കെ. എന്നിട്ടോ ആ നഖങ്ങൾ കൊണ്ട് യഹ്മുശൂന വുജൂഹഹും വസുദൂറഹും, മുഖവും നെഞ്ചുമൊക്കെ അവരങ്ങനെ മാന്തി പിളർക്കുക. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവരതങ്ങനെ മാന്തി, ബ്ലേഡ് കൊണ്ടൊക്കെ വരയുന്നത് പോലെ മാംസം അങ്ങനെ മാന്തി എടുക്കുക, വേദന കൊണ്ട് പെടയുക. പക്ഷെ അവർക്ക് അവരുടെ കയ്യിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഭീകരമായ കാഴ്ച. കാല അപ്പോ കുൽത്തു, നബി പറയാണ്, കുൽത്തു, ഞാൻ ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ, തന്റെ കൂടെയുള്ള ജിബ്രീലിനോട് ചോദിക്കുക, ജിബ്രീലെ ധാരാണ്, ഇത് എന്ത് തെറ്റിന്റെ ശിക്ഷയാണ്? ഖാല, ജിബ്രീൽ പറഞ്ഞു, ഹൗലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്,
വയഖഊന ഫീ അഅറാദിഹി, ആളുകളെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് ആളുകളുടെ മാംസം തിന്നുകയും അവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുകയും, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, വയഖഊന ഫീ അഅറാദിഹി, അവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന നല്ല മനുഷ്യൻ, ആർക്കും വലിയ ദോഷമൊന്നുമില്ല. ആ ഒരു നല്ല മനുഷ്യനെ കുറിച്ച് ഒരു വേണ്ടാത്തരം പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് അയാളെക്കുറിച്ച് ആളുകൾക്ക് വെറുപ്പുണ്ടാകുമ്പോ ചില ആൾക്കാർക്ക് മനസ്സിൽ ഭയങ്കര ഏൽക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഏൽക്കുന്നുണ്ട്, ഏസുന്നുണ്ട്, ആൾക്കാർക്ക് ഓനെ കുറിച്ച് വെറുപ്പൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവരുടെ അഭിമാനത്തെ പിച്ച് ചിന്ത. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗൗരവമായ ശിക്ഷയെക്കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അപ്പോ ഗൗരവമുള്ള കാര്യമാണ് നമ്മുടെ നിസ്കാരം, കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ആരാധനകൾ, അതൊന്നും ഫലം കാണാതെ വരും നമ്മുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം ചില ആരാധനാ കർമ്മങ്ങൾ മാത്രമാണ്, ചില കാട്ടിക്കൂട്ടലുകളാണ് എന്ന ധാരണ മാറ്റിയിട്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളാണ്. വാക്കുകളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഇടപാടുകളിലും നമ്മുടെ സ്വഭാവങ്ങളിലും വാക്കുകളിലും ഒക്കെ ഇസ്ലാം ഉണ്ടായിരിക്കണം. അവിടെയൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ട്. അതിന്റെ ഗൗരവത്തെക്കുറിച്ചാണ് ഈ വചനങ്ങളിലൂടെ ഖുർആനും സുന്നത്തും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നന്നായി ഈമാനോടെ നല്ലൊരു മുഅ്മിനായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ആയത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ വാക്കുകൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. വത്തഖുല്ലാഹ, വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ നന്നായി സൂക്ഷിക്കണം കേട്ടോ. വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു ഏറ്റവുമേറെ തൗബ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ്. അതെന്തിനാ പറഞ്ഞറിയോ? ഈ തെറ്റ് എല്ലാവരുടെ അടുത്തും വന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് പടച്ചോനെ ഞാൻ അങ്ങനെ ചെയ്തിരിക്കണല്ലോ, ഇനി എന്താവുക, അവിടെ ബേജാറാവല്ല, അവിടെ അവൻ അള്ളാഹുവിലേക്ക് മടങ്ങ, റബ്ബേ നിന്റെ അടുത്ത് അങ്ങനെ വന്നു പോയിട്ടുണ്ട് കേട്ടോ, പടച്ചോനെ പറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ, പൊറുക്കണം കേട്ടോ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു തവ്വാബുൻ, ഏറെ തൗബ സ്വീകരിക്കുന്നവനാണ്, റഹീം, കരുണാനിധിയുമാണ്. അള്ളാഹുവിന്റെ തൗബയിലും കരുണയിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, പശ്ചാത്തപിക്കുക, മേലിൽ അത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കുക. ആരെങ്കിലും ആ രൂപത്തിൽ നമ്മൾ അഭിമാനക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക, അവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. ഇതൊക്കെയാണ് പരിഹാരമാർഗങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.